താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. നടന്മാരായ ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാർ. നടൻ ബാബുരാജുവിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു കാൽനൂറ്റാണ്ടോളം വരുന്ന ഒരു സ്ഥാനമാണ് ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റ് ഭാരവാഹികൾ എങ്ങനെയാണ്? അഞ്ജന, ആദ്യമായാണ് സിദ്ദിഖ് നേതൃസ്ഥാനത്ത് എത്തുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശക്തമായ മത്സരമാണ് നടന്നത്. 3 പേർ സ്ഥാനാർത്ഥികളായിരുന്നു. സിദ്ദിഖിനെ കൂടാതെ കുക്കു പരമേശ്വരനും ഉണ്ണി ശോഭാൻ എന്നിങ്ങനെ 3 പേരാണ് ആകെ മത്സരിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറി ആയിപ്പോൾ തെരഞ്ഞെടുക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളാണുള്ളത്. എന്നാൽ 3 പേർ മത്സര രംഗത്തുണ്ടായിരുന്നു. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിങ്ങനെ 3 പേരാണ് മത്സരിച്ചത്. അതിൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയ ജഗദീഷും ജയൻ ചേർത്തലയും ഈ 2 പേരെയും വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവർ മത്സരിച്ചു. ഇതിൽ ബാബുരാജാണ് വിജയിച്ചത്. ബാബുരാജിനെ സെക്രട്ടറിയായും ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇനി ഫലം വരാനുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ ആരൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എന്നാൽ 12 പേർ മത്സരിച്ചിരുന്നു. ഇതിൽ ഒരാളൊഴികെ മറ്റ് 11 പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെടുക. അത് ആരൊക്കെയാണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിവാകും എന്നാണ് കരുതുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് മോഹൻലാലാണ് പ്രസിഡന്റായി 3ാം തവണയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പം ട്രഷററായി ഉണ്ണി മുകുന്ദനും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ആരും നാമനിർദ്ദേശ പത്രിക എതിരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ 2 പേരും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഒപ്പം ഈ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫലം വരാനുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ്. അവിടേക്കുള്ള വോട്ടെണ്ണൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് അമ്മ ഭാരവാഹി യോഗത്തിന് അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വോട്ടെണ്ണി തുടങ്ങിയത്. ഇപ്പോൾ ലഭിച്ച ഫലം, പുറത്തു വന്ന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള ഫലം കൂടി പുറത്തു വരാനുണ്ട്. കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്.